ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് തിരുവോണമാണ് അല്ലേ? തിരുവോണമായിട്ട് രാവിലെ തന്നെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഞാൻ പോയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സദ്യകളൊക്കെ ഉണ്ടാക്കുന്നൊരു ദിവസമാണല്ലോ തിരുവോണം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടാണ് സദ്യയൊക്കെ ഉണ്ടാക്കിയത്. കുറച്ചെണ്ണേ ഉണ്ടാക്കിയുള്ളൂ. രാവിലെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പഴം പുഴുങ്ങുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരത്തെ കൂട്ടി നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് തറവാട്ടിലേക്കും വീട്ടിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 10 മണിയാകുമ്പോഴേക്കും ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ സദ്യ വിളമ്പിയത് നമ്മൾ നുറുക്കും ശർക്കര ഉപ്പേരിയും കൂടിയിട്ടായിരുന്നു കേട്ടോ. അതാണല്ലോ സദ്യക്ക് ആദ്യം വിളമ്പ്. പിന്നെ പഴം വിളമ്പി, അതുപോലെ തന്നെ അച്ചാർ, പുളിയിഞ്ചി, ഉപ്പേരി, പിന്നെ അവിയൽ, കാളൻ, മത്തങ്ങ എരിശ്ശേരി, പിന്നെ ഒരു സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം, സാമ്പാർ, ചോറ് ഒക്കെ വിളമ്പി കേട്ടോ. പിന്നെ പാലട പായസമാണ് ഇട്ടുണ്ടായിരുന്നത്. പാലട പായസം നമ്മളിവിടെ വെച്ചതല്ല, അത് മേടിച്ചതായിരുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഉത്രാടം ദിവസം നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സേമിയ പായസമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പാലട നമ്മൾ മേടിച്ചു. നമ്മുടെ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ പാലട പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ പഴം പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് തറവാട്ടിൽ പോയി അവിടെ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ടൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ചേലക്കരയിൽ നിന്ന് കാളി റോഡ് പോകുന്ന വഴിക്ക് കളപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. കാളി റോഡിലേക്ക് എത്തേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ കളപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഉള്ളിലേക്ക് പോകണം. ഉള്ളിലേക്ക് വണ്ടി പോകും കുറച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാട്ടുകൂടെ കുറച്ച് നടക്കാനുണ്ട്. ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. വീടുകളും അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി വണ്ടി പോവും, പക്ഷേ കാറ് പോവില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളമാണ് കേട്ടോ ഈ ഒഴുകി വരുന്നത്. അവിടെ നിന്ന് വെള്ളമാണ് ഒഴുകി വരുന്നത്. വെള്ളം കുറച്ച് ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിലാണ്. കുറച്ച് നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ട് കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് നമുക്ക് നന്നായി കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കളിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളമല്ലേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ തോട് കാണിക്കാനാണോ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കളിയൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഓണാഘോഷിക്കുന്നവർ പറയുന്നത്. പിന്നെ 4000 വാച്ചവും വേണം. അതിന് ശരിയാക്കി തരാം. ഞാൻ പോയിട്ട് കുറച്ച് സബ്സ്ക്രൈബ് ഞാൻ അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ സൈഡിൽ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ കനാലിൻ്റെ ആ സൈഡ് പിന്നെ വലയൊക്കെ നെറ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അവർ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ, അതിന് വീടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങ് അപ്പുറത്തേക്ക് കിടക്കണം. ഒക്കടല്ലോ അതാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാടാണ് കേട്ടോ. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടന്നു പോകേണ്ടത്. കാടിന് വെള്ളം ഒഴുകി വരുന്ന ശബ്ദമൊക്കെ നന്നായി കേൾക്കാണ്ടായിരുന്നു അല്ലേ വീഡിയോയിൽ. കുറച്ച് ഉള്ളിലേക്ക് പോകണം കേട്ടോ. ഒരു 1/2 കിലോമീറ്ററോളം നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുണ്ട്.
അതിനിപ്പോ മഴ പെയ്തില്ല ചേച്ചി, അതാണ് വെള്ളം കൂടിണ്ടോ. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താറായി കേട്ടോ. കുട്ടികളൊക്കെ ഓടി വെള്ളത്തിൽ കെട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. നിറയെ വെള്ളമുള്ള സമയത്താണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ചാടി വരുന്ന ആ വെള്ളം കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്കതിൻ്റെ സൈഡിൽ കൂടെ, ഈ കാട്ടിൻ്റെ സൈഡിൽ കൂടെ തന്നെ കയറി പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറേ കൂടി മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടെയും ഇതേപോലെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിൽക്കാനും കുളിക്കാനും ഇരിക്കാനൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് കയറാൻ കയറിയില്ല, കാരണം കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ കയറിയില്ല. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. എനിക്ക് തണുപ്പായിരുന്നു, അതേപോലെ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. കുറേ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറേ ഇങ്ങനെ വന്ന് ചാടുന്നതിനാണ് നല്ല രസമായിരുന്നു എൻ്റെ അടിയിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ അല്ലേ, നമുക്കൊന്നും അങ്ങനെ അധികം അറിയാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്ന് വെള്ളച്ചാട്ടവും ചെറിയ ചെറിയ അരുവികളും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഒരു അധികം കേട്ടിട്ടില്ലാത്തൊരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ തന്നെ വെള്ളം ചാടി കഴിഞ്ഞിട്ട് മുകളിൽ കയറാൻ പറ്റും കേട്ടോ. അങ്ങനെ അങ്ങോട്ട് കയറുകയാണ്, എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കാടിൻ്റെ സൈഡിൽ കൂടെ കയറുന്നത്. അധികം വെള്ളമില്ലാത്തതുകൊണ്ട് അത് കയറാറുണ്ട്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വരണം കേട്ടോ. അപ്പോൾ ഒരുപാട് മഴയുള്ള സമയത്തൊക്കെ വരണം, അപ്പോഴാണ് നല്ല വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാളി റോഡ് വരുന്ന ആ റോഡിൽ കളപ്പാറ എന്ന സ്ഥലത്താണ്. കാളി റോഡ് എത്തുന്നതിന് മുന്നേ കളപ്പാറ എന്ന സ്ഥലത്താണ്. കുറച്ച് ഉള്ളിലേക്ക് പോയി കാണാൻ സ്ഥലം. അതെല്ലാവരും വരണം. വലിയ മീനുണ്ടോ? ഓണം വെക്കേഷനിലൊക്കെ വരുമ്പോൾ നല്ല മഴയുള്ള സമയമാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വന്ന് വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മേടിച്ചോ? അവിടെ വെള്ളം ഉണ്ടാവില്ലല്ലോ.
അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ട് താഴത്തേക്ക്. പിന്നെ കുട്ടികൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു, കുറേ ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ പോയത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇനി അടുത്ത മഴക്കാലത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ നല്ല വെള്ളമുള്ള സമയത്ത് എന്തായാലും വന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി വന്ന് വീട്ടിൽ വന്ന് ഫ്രഷായി, കുട്ടികളൊക്കെ ഒന്ന് ഫ്രഷാക്കിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ചേലക്കരയ്ക്ക് പോയി കേട്ടോ. ചേലക്കരയിലുള്ള അരമന ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഓർഡർ കൊടുത്ത ഫുഡ് പൊറോട്ടയും ചിക്കൻ റോസ്റ്റും അതുപോലെ അൽഫാം മന്തിയാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊറോട്ട കണ്ടപ്പോൾ തന്നെ പിള്ളേരൊക്കെ പിടിമിലി തുടങ്ങിയിട്ടോ. നമ്മുടെ കേരള ഫുഡാണല്ലോ പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ പിടിമിലി തുടങ്ങിയതിൽ അങ്ങനെ അതിനൊപ്പം തന്നെ ഞങ്ങൾ അൽഫാം മന്തിയും വന്നു കേട്ടോ. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ.